ചോത്തന എങ്ങോട്ടാ പോണേ? അയ്യേ കിളിവാതിൽ കാണിക്കാനല്ലേ പറഞ്ഞേ. എങ്ങോട്ടാ പോണേ? അതെ ഫോട്ടോ ഒക്കെ എടുക്കാം. അയ്യ എന്താ കഥ? കിളിവാതിൽ കാണിക്കാനല്ലേ പറഞ്ഞേ. എവിടേക്കാ പോണേ? പറയാ എവിടേക്കും പോണില്ലേ? കറങ്ങാൻ പോണെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ദിവസം ലീവ് ദിവസമാണ്. വാവക്കുട്ടിക്കും അവളുടെ അമ്മയ്ക്കൊക്കെ സ്കൂൾ അടച്ചിരിക്കുകയാണ്. പുറത്ത് പോകണം, ഒന്ന് കറങ്ങണം എന്നൊക്കെ ഉണ്ട്. അവൾക്ക് ട്രെയിനിൽ പോകാനും ബസ്സിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്ഷീണം ഒന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതൊക്കെയൊക്കെ കാര്യങ്ങളൊന്ന് ചെയ്യണമെന്നുണ്ട്. നോക്കാം, ഞങ്ങൾ കറങ്ങിയിട്ട് വരാം. ഇവിടെ 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 അപ്പോൾ രണ്ടുപേരും ഇതാ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് സെൻട്രൽ വരെ പോവുക. അവിടെ ഒരു പാർക്ക് ഉണ്ട് ഗിണ്ടിയിൽ. ജസ്റ്റ് പോവുക, കറങ്ങുക, തിരിച്ചു പോരുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പം ഞങ്ങൾ ആവടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സെൻട്രലിലേക്ക് പോവുകയാണ്. ഏതോ ഒരു ട്രെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. വണ്ടി വരാനായി വാവേ, ബി റെഡി. അങ്ങനെ ഞങ്ങൾ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇനി ട്രെയിൻ മാറിയിട്ട് ഗിണ്ടിയിലേക്ക് വേറെ ഒരു ട്രെയിനിൽ കയറിയിട്ട് വേണം പോകാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുട്ടി ഞാനും നല്ല ഉറക്കക്ഷീണമാണ്. ഞങ്ങൾ വന്ന ചെന്നൈ സെൻട്രൽ ഇതാ ബാക്കിൽ കാണാം. ഇവിടെ ഫ്രണ്ടിലാണ് നമുക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷൻ. ഉറക്കമുണ്ടായിരുന്നില്ലേ? ഉറക്കക്ഷീണം മാറിയോ? അപ്പം നല്ല ഉഷാറായ? ആ, അത് മതി. നമ്മുടെ ഗിണ്ടിക്ക് പോകാനുള്ള വണ്ടി ഏതായാലും വന്നിട്ടുണ്ട്. റെഡി? അങ്ങനെ ഞങ്ങളിതാ ഗിണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പോയി ഞോട്ടാത്തി അതൊക്കെ മൊത്തം വേണ്ടി. അല്ലെങ്കിൽ പറ, മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ പൊടി മണ്ണ് വറുത്തതല്ലേ, അത് കഴിച്ചിട്ട് വല്ല അസുഖം ഉണ്ടാക്കണോ? പറ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോണ വഴിക്ക് അവിടെ ചുണ്ടലുണ്ട്, അതുണ്ട് പറഞ്ഞ് അത് റോഡ് സൈഡിലാണ് കഴിക്കണേ. അപ്പം അതിലൊരു കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് കാശ് മുടക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറയൂല്ലേ. 1:15 ലഞ്ചിന് കയറി ഞങ്ങൾ. അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കാണിക്കണം. ഇപ്പം നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് പോയിട്ട് അവിടുത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് വരാം. മണ്ടലൂർ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അടുത്ത ഒരു വരവ് നമുക്ക് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ സ്കൂൾ തുറന്ന് ഇടയ്ക്ക് ലീവ് ഉണ്ടാവുമല്ലോ, ഒരു ദിവസം പോവാം. ഞങ്ങൾ എഗ് ബിരിയാണി ഓർഡർ ചെയ്തു. പാവക്കുട്ടി കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളൊരു സൂപ്പ് കൂടി ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് പുറത്തിറങ്ങി. ഇനി നേരെ പാർക്കിലേക്ക് പോവാണ് അല്ലേ വാവേ? ജോളി ജോളി ജോളി, പാർക്ക് പോവല്ലേ? ജോളി ജോളി. ഏകദേശം 2:15 ഇപ്പോഴാണ് ഞങ്ങൾ പാർക്കിനകത്തോട്ട് എത്തണത്. നല്ല ടയർഡ് ആവണില്ലേ? ക്ഷീണമല്ലേ നന്നായിട്ട്? എന്താ ചൊത്താ പറയൂ, എന്താണ്? എന്തിനാ പിണങ്ങി നിൽക്കണേ? ആ, അതെന്താ സാധനം പറയൂ. എന്താണ്? ഡൈനോസർ ട്രൗസറോ? എന്ത് ട്രൗസറോ അത്? ഡൈനോ ട്രൗസർ വേണോ? അങ്ങോട്ട് ചെല്ലാൻ പാടില്ല വാവേ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത പറയും. അവിടെ ക്യാമറ ഉണ്ട് അത്ര. എന്താ പോസ് നോക്ക്. എടാ പോസ് നോക്കടാ. പോസ് ചെയ്യാൻ വന്നിരിക്കുന്ന നോക്ക്. പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ തോന്നുന്നുണ്ട്. ഇത്രയും വലിയൊരു കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം 1 ഏക്കർ സ്ഥലം എങ്ങനെയുണ്ടാവും അതിനകത്ത്? ഏതൊക്കെയാ വാവ അത്? നല്ല പിടിയുണ്ടോ? വാവക്കുട്ടിയുടെ അമ്മമ്മ അതാ വീഡിയോ കോൾ ചെയ്യണു. ഓ, അതൊന്നും കാണാനുള്ള മൂഡിലല്ല. ആ, എന്താണ്? ഊഞ്ഞാലാട്.
കുട്ടികൾ കണ്ടൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ കൊത്തിപ്പിടിച്ച് കയറണുണ്ടോ? പേടി മാറിയാ? കുട്ടി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. പേടിയാണ് അവൾക്ക് പലതിലും കയറാൻ. അവൾ ഇതുവരെ കയറിയിട്ടില്ലല്ലോ പലതിലും. ആദ്യമായിട്ടാണ് ഇങ്ങനെ. പിന്നെ ഒന്ന് സ്കൂളിൽ നിന്ന് ഒരു വട്ടം കയറിയായിരുന്നു. സ്കൂളിൽ നിന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഴുകയും ചെയ്തു. ആട്ടിയ പേടിയാണോ? വേണ്ടേ? തൊടനേ പാടില്ലേ? ഒന്ന് നല്ല സ്പീഡിലൊന്ന് ആട്ടി കൊടുത്ത്. അയ്യോടോ, പേടി പോയോ? പേടി പോയാ? ഓ, മുഖത്തെ ഭാവമൊക്കെ വന്നു, തെളിച്ചം വന്നു. പല ഫാമിലിയും ഇവിടെ തന്നെ വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ്, കിടത്തം, ഉറക്കം എല്ലാം ഇവിടെ തന്നെ. ഫുൾ ഫാമിലി ആയിട്ട് അവർ വരും. അമ്മേനെ ആട്ടി കൊടുക്കുകയാണോ? ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയുമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? എന്താ ഗാംഭീര്യം! തലയെടുത്ത് 4:30 കഴിഞ്ഞു. എപ്പോൾ പോകാനാണ് പ്ലാന്? ഈ ക്രിസ്മസിന് മറ്റുള്ളവർ കൊടുക്കണ മാതിരി 10 ദിവസം ലീവ് അങ്ങനെയൊന്നും കിട്ടില്ല അല്ലേ? അങ്ങനെ കോളേജ് ട്രൈ ചെയ്യും, ഗവൺമെൻറ് സ്കൂളിൽ ട്രൈ ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഫ്രീഡം അല്ലേ വേണ്ടേ? നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ആള് ടീച്ചറാണ്. +1 +2 കൊമേഴ്സ്, അക്കൗണ്ടൻസി ഒക്കെ എടുക്കുന്ന ആളാണ്. മുമ്പത്തെ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് +2-ൽ. ഇപ്പോൾ നല്ല ധൈര്യമാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് പരിപാടിയൊക്കെ കേട്ടോ. ഇപ്പോൾ ആരുടെയും ആവശ്യമില്ല. ആഹാ, ഇന്നലത്തെ വീഡിയോ എൻഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മൊബൈലിൻ്റെ ചാർജ് കഴിഞ്ഞ് ഓഫായി പോയി. പിന്നെ നല്ല നൈറ്റായി, 11:30-12 മണിയൊക്കെ ആയി കിടക്കുന്ന നേരമായിപ്പോഴേക്കും. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.